പോണ്ട ജിമ്മിലും വേണ്ട. അപ്പൊ വീട്ടിൽ ഫുൾ ഫ്രീ ആണ്. അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം അമ്മയെ കുറച്ച് സഹായിക്കാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം എന്നാ അതാണ് ഇന്നത്തെ വീഡിയോ. ഗൈസ്, ഇതെന്റെ വീഡിയോ ആണ്. എന്റെ ലൈഫ് ഇങ്ങനെയാണ്. സോ എന്റെ കണ്ടന്റുകളും ഇങ്ങനെയായിരിക്കും ഗൈസ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെന്ന് പറഞ്ഞാൽ ഇതെന്റെ പ്രൊഫഷൻ വേറെ, എന്റെ ബ്ലോഗ്സ് വേറെ, എന്റെ കണ്ടന്റ് ക്രിയേറ്റിംഗ് വേറെ. പ്രൊഫഷൻ ജിം, സോ അതെന്റെ കണ്ടന്റ് ആണ്. ജിം വേറെ, അല്ലാത്ത വീഡിയോസ് വേറെ. സോ അതെന്റെ പ്രൊഫഷൻ ആണ്. സോ ഞാൻ കണ്ടന്റ് വീഡിയോസിൽ എങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഒരിക്കലും എന്നെ അല്ലാതെ ഒരിക്കലും വിലയിരുത്തരുത്. സോ അവിടെ വേറെ ഞാനാണ്, ഇവിടെ എന്റെ വീട്ടിൽ ഞാനാണ്. സോ രണ്ടും വ്യത്യാസമുണ്ട് ഗായ്സ്. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിൽ അമ്മയെ കുറച്ച് സഹായിക്കാൻ പോവാണ് ഗായ്സ്. സിന്ധു അമ്മയെ കുറച്ച് സഹായിക്കാൻ വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ ചാളക്കറി ഉണ്ടാക്കിയാണ് ഗായ്സ്. സോ സിന്ധു അമ്മയുണ്ട്. സോ സിന്ധു അമ്മ, ഞാനൊരു പ്രൊഫഷണൽ കുക്കാണ്. സോ വെക്കാനൊക്കെ അറിയാം ഗൈസ്. അപ്പം ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തു. പിന്നെ ഇന്ന് ചാളയാണ് ഗൈസ് വെക്കുന്നത്. ഇത് നാളത്തേക്കായിരിക്കും. നമുക്ക് കുറച്ച് മതിയല്ലോ, കുറച്ച് പൊരിക്കും, കുറച്ച് കറി വെക്കാം. സോ ഇതെടുത്തു. പിന്നെ തക്കാളി ഗൈസ്. സിന്ധുമ്മ ജസ്റ്റ് കാശ് തരുന്നേ ഉള്ളൂ ഗൈസ്. വെക്കുന്നത് ഞാനാണേ. അപ്പൊ ഗൈസ് നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ പിച്ചാത്തി ഇരിക്കുമ്മ. സിന്ധുമ്മ പിച്ചാത്തി അങ്ങനെ ഉണ്ട്. നമുക്ക് ടേബിൾ വെച്ച് കട്ട് ചെയ്യാം ഗൈസ്. തക്കാളി, വെറുതെ തക്കാളി മതി ഗൈസ്. ഇവിടെ ചെലവ് ചുരുങ്ങും. ചക്ക ഉണ്ടോ? സിന്ധുവിന്റെ ചക്ക എടുത്തില്ലേ? രാജ്യത്തെ കൂടെ ചക്കയായിരിക്കും. പിന്നെ ചക്ക 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 ചക്ക. ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു നാട്ടിൻപുറങ്ങളിലുള്ള എല്ലാ വീടുകളിലും അവിയലൊക്കെ നിൽക്കും ഗൈസ്. പിന്നെ മൊത്തം ചക്കയാണ്. ചക്ക 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 ചക്ക. എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്. സവാള അരിയാൻ ഭയങ്കര സ്പീഡ് ആയിരിക്കും. കാണിച്ചില്ല ഗൈസ്, ഐ എം വെരി പ്രൊഫഷണൽ. ഇത് നമ്മൾ സവാള അരിയുമ്പോൾ സവാള ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൈ കൊള്ളും. അതുകൊണ്ട് കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുളച്ചു വെക്കണം ഗൈസ്. എന്നാൽ കുറച്ച് സ്പീഡ് അരിയാൻ പറ്റും ഗൈസ്. നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ പിന്നെ ഡെയിലി അറിയാത്തതുകൊണ്ട് സ്പീഡിന് കുഴപ്പമുണ്ട്. എന്നും പാചകം ചെയ്യാവുന്നത് ടൈം എനിക്ക്. സോ വളരെ എളുപ്പമാണ് ഗൈസ്. ഇങ്ങനെ കൊണ്ടും പറ്റും. ഇതൊക്കെ അറിയാവുന്നവരായിരിക്കും കാണുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ. അപ്പൊ ഗൈസ് ഇത് കഴിഞ്ഞ് വെക്കുന്നുണ്ടോ? പച്ചമുളക്, പച്ചമുളക്. പിന്നെ ഇത്, പിന്നെ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇങ്ങനെ കീറിയിടാം ഗൈസ്. നമ്മളൊരു തട്ടിക്കൂട്ടൽ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ഷോ ഒന്നും അല്ല, സാധാരണ നാട്ടിൻപുറത്തെ വീട്ടിലുണ്ടാക്കുന്ന മീൻകറിയാണ്. എപ്പോഴും നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളെ വീട്ടിൽ അങ്ങനല്ല. ചില ദിവസങ്ങളിലൊക്കെ സിന്ധുമ്മയുടെ മീൻകറിയോ ദയനീയമാണ്. സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഇഞ്ചി ചെയ്യാനൊന്നും എനിക്ക് മസാലയും ഒഴിക്കത്തേ ഉള്ളൂ ഗൈസ്. അരപ്പം ഒഴിക്കത്തേ ഉള്ളൂ. സോ എനിക്ക് പറയാനൊന്നും അറിയില്ല. അടുക്കളയാണ്. ഇതൊരു ഉടായിട്ടുള്ള ഒരു കറിയാണ് ഗൈസ് ഞാൻ വെക്കുന്നത്. പക്ഷെ എങ്ങനെയായാലും മീൻകറി കിട്ടിയാൽ മതി നമുക്ക്. ദിസ് ഈസ് നോട്ട് കുക്കറി ഷോ ഗൈസ്. സോ പിന്നെ പുളിയെല്ലാം കലക്കി വെച്ചായിരുന്നു, അതുകൂടി ഇട്ട് ഒരുമിച്ചിട്ട് അടിക്കാന്ന് വെച്ച് ഗൈസ്. പിന്നെ കുറച്ച് വാട്ടർ, സം വാട്ടർ. നീ ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മതല്ലേ മുളക്. മല്ലിപ്പൊടി ഇടത്തില്ലല്ലോ മീൻകറി. അതൊന്നും ഇടത്തില്ലല്ലോ. മഞ്ഞപ്പൊടി, ശരി മാറി നിൽക്കി സിന്ധുമ്മ. അമ്മ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി ഇടുന്നു. സാധാരണ ഞാൻ ഇടാറില്ല. ഇന്നിട്ട് കുറച്ചേ ഉള്ളൂ. ചില്ലെന്തി അമ്മ ബാക്കി പൊടികൾ. മഞ്ഞപ്പൊടി,
മഞ്ഞപ്പൊടിയുടെ സ്പൂണൊക്കെ ഇഞ്ചണോ ഉണ്ടോ? മഞ്ഞപ്പൊടി ലേശം ഇടാവുള്ളൂ ഗൈസ്. ഉലുവപ്പൊടി അമ്മ, വേറെ സിൽവാപ്പൊടി, അതിനകത്ത് ഇല്ലല്ലേ? ആ കണ്ടോ കുരുമുളകുണ്ട്. ഫാറ്റ് ലോസിനും വെയിറ്റ് ഗെയിനും വളരെ നല്ലതാണ്. സോ യൂസ് ചെയ്യുക ഗൈസ്. പച്ചപ്പയർ നിങ്ങളുടെ എനർജി സോഴ്സ് ആണ്. ഓക്കെ, ഫുൾ അടിച്ച് സെറ്റായി. ഇനി നമ്മള് തീ വരയ്ക്കാൻ നമുക്കറിയാം. ഫസ്റ്റ് വൺ ഓയിൽ ഗൈസ്, കോക്കനട്ട് ഓയിൽ, ഹെൽത്തി ഫാറ്റ്, നല്ല കാലറിയാണ്. സോ നിങ്ങൾ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുക. നമ്മൾ അധികം യൂസ് ചെയ്യും, കാലറി വളരെ കൂടുതലാണ്. സോ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇടാം ഗൈസ്. കടുക് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇടണം ഗൈസ്. പണിമുടക്ക് ആയതുകൊണ്ട് അടുക്കളയിലേക്ക് കയറാൻ പറ്റി ഗൈസ്. അതുകൊണ്ട് വളരെ നല്ലൊരു പണിമുടക്ക് ആയിരുന്നു. എണ്ണ എന്ത് ചൂടാകുന്നു. ഇന്നത്തെ പണിമുടക്കിനെ പറ്റി പറയുമ്പോൾ വളരെ നല്ലൊരു പണിമുടക്കായിരുന്നു. എണ്ണ ചൂടാവുന്നില്ലല്ലോ. തീച്ച് കൂട്ടിയോ? ഇരുമ്പിന്റെ അല്ലേ അമ്മ? സോ നമ്മളിപ്പോ നോൺ സ്റ്റിക്കിന്ന് വാങ്ങി ഫുള്ള് അയണിലോട്ട് മാറിയിരിക്കുകയാണ്. ആരൊക്കെയോ പറഞ്ഞ് നോൺ സ്റ്റിക്കിൽ യൂസ് ചെയ്യുന്ന ഇത്ര ബെറ്റർ അല്ലെന്ന്. അതുകൊണ്ട് സിന്ധു ഇപ്പൊ അയണിലോട്ട് മാറി അല്ലേ അമ്മ? സിന്ധു ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ് ഗൈസ്. അപ്പൊ നമ്മൾ വേണമെങ്കിൽ വീഡിയോസ് എടുത്ത് സിന്ധുമ്മയുടെ അറപ്പ് മാറ്റേണ്ടതാണ് ഗൈസ്. സോ ആദ്യമൊക്കെ റീൽ എടുക്കുമ്പോൾ എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ആരും കളിയാക്കുന്നില്ല ഗൈസ്. എന്റെ വീഡിയോസ് ഒന്നും ആർക്കും ഒരു റിയാക്ഷനും ഇല്ല, ഒന്നുമില്ല. നമ്മളെന്തെങ്കിലും വലിയ കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും വലിയ റിയാക്ഷൻ ഉണ്ട്. ഇപ്പൊ നല്ല വീഡിയോ ചെയ്താലും മോശം വീഡിയോ ചെയ്താലും നോ റിയാക്ഷൻ. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. കളിയാക്കുന്നില്ലല്ലോ. പണ്ടൊക്കെ വീഡിയോ കാണുമ്പോൾ 10 പേര് കളിയാക്കുമായിരുന്നു. അപ്പൊ എനിക്കറിയാമായിരുന്നു വീഡിയോ കാണുന്നെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇല്ല. ഇപ്പൊ ഒരു പുച്ഛം പോലാണ്. ഇപ്പൊ കളിയാക്കുമ്പോൾ നമുക്ക് അറിയാലോ നമ്മള് വീഡിയോ അവർ നല്ലതുപോലെ കാണുന്നു. കടുകൊട്ടി തീ കുറയ്ക്കാം. തട്ടിക്കൂട്ടൽ മീൻകറി റെഡി ഗൈസ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇതങ്ങ് ഒഴിച്ചാൽ മതി. അരപ്പങ്ങ് ഫുള്ളായിട്ട് ഒഴിച്ചാൽ മതി. സോ ഒഴിക്കുമ്പോ തീ ഉറച്ചിട്ട് ഗൈസ് മസാലയുടെ ഭയങ്കര മണം തുമ്മാൻ തോന്നുന്നു. കടുവറ. അടുത്ത ഇന്റർവ്യൂ ഉടനെ കാണുന്നതായിരിക്കും. ഞാൻ ഒരാളെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ ടൈം അവൈലബിളും പിന്നെ നമ്മുടെ ക്യാമറാമാനും എല്ലാവരും ഒത്തുചേർന്നാൽ മാത്രമേ അടുത്ത വീഡിയോസ് എടുക്കാൻ പറ്റൂ. സോ അടുത്ത വീഡിയോസ് ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ അടുത്ത ഇനി ആരെ ഇന്റർവ്യൂ ചെയ്യണം? ഇന്റർവ്യൂവിനെ പറ്റി ആരും ഒന്നും പറയുന്നില്ല. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു ഞാൻ ചെയ്ത ഇന്റർവ്യൂ. അതിനെപ്പറ്റി ഞാൻ ചെയ്യുന്നതിനെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ല. പുള്ളിയെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. സോ ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സ്റ്റേജ് ഫിയറൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ കുറെ കൊല്ലായിട്ടും ഇപ്പം ഏകദേശം 2 കൊല്ലമായി നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുവരെ അങ്ങനെ നമ്മളെ ലൈഫിൽ ഇടയ്ക്ക് ഗ്രോത്ത് അപ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം. സോ അതൊരു സസ്പെൻസ് ആണ്. സോ അതിനെ റിലീവ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സർവൈവ് ചെയ്യുക, നല്ലതുപോലെ സർവൈവ് ചെയ്യുക. തോറ്റു കൊടുക്കരുത്. നമുക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ട് ഒന്നിലും വിട്ടുകൊടുക്കാതെ
സോ ഏത് കാര്യം ഉണ്ടായാലും ഗീവ് അപ്പ് അത്രേ ഉള്ളൂ ഗൈസ്. മീൻകറി ഉണ്ടാക്കുമ്പോൾ അവസാനം ഈ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് തുറന്നു വിട്ട് മിക്സി മൊത്തം ഒന്ന് കഴുകി ഇങ്ങനെ ഒന്ന് കുലുക്കി മാറില്ലേ, അവസാനം മിക്സി ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് മീൻകറിക്കകത്ത് കൊണ്ട് ഒഴിക്കുക ഗൈസ്. സിന്ധുമൊക്കെ ഡെയിലി ചെയ്താണ്. റൂൾ ഓഫ് നാട്ടിൻപുറത്തെ മീൻകറി. സോ ഗൈസ് ദ റൂൾ ഓഫ് നാട്ടിൻപുറത്തെ മീൻകറി ഗൈസ്. മാറു സിന്ധു മാറു. യാ മിക്സി എടുത്തതിനെ നമ്മൾ കഴുകി തന്നെ വെക്കണം. സോ ആൺകുട്ടികൾ കൂടുതൽ അങ്ങനെ കുക്കിംഗ് ചെയ്യുമ്പോൾ പരാതിപ്പെടാറുണ്ട്. സോ ഗൈസ് നമ്മൾ മിക്സി എടുത്തതിനെ കഴുകി വെക്കുക. അത് കണക്ക് തന്നെ നമ്മൾ കുക്കിംഗ് ചെയ്തതിനാണ് അടുക്കളയും ക്ലീൻ ചെയ്യുക ഗൈസ്. കറിക്ക് ഉപ്പിട്ടില്ല ഗൈസ്, ഉപ്പിടാം, ഞാൻ ഇടാം. അല്ല അമ്മച്ചി ഇട്ടോ. സിന്ധുമ്മ രസം അടിക്കലാണ്, ഞാൻ മോരടിക്കല്. രണ്ടുപേരും ഭയങ്കര ഇറക്കമാണ്. ഇവിടെ ചക്ക വേയിക്കൊണ്ടിരിക്കുകയാണ്, അതേറെ നിലവിളിക്കുന്നുണ്ട്. നീ മുറുക്കണ സുഖം. ഉപ്പിടണം ഗൈസ്, നമുക്ക് ഉപ്പിടാം. ഫൈനലി ഗൈസ് സിന്ധു പറയാനൊക്കെ തിളപ്പിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഇനി ഇതിനകത്തോട്ട് ചാള ഇടാം. 1 2 3 4 പിടിക്കല്ലേ മാ. സോ 4 ചാള ഇട്ടു, തീ കൂട്ടി സെറ്റാവട്ടെ. സോ 2 പേരുള്ളതുകൊണ്ട് ഞങ്ങളെ വീട്ടിലിപ്പോ പാചകമൊക്കെ വളരെ സിമ്പിളാണ്. 2 കറി, 2 തോരൻ, പിന്നെ എനിക്ക് എപ്പോഴും മുട്ട പൊരിച്ചത് മതി. ചോറ് മുട്ട പൊരിച്ചൊക്കെയാണ് ഞാൻ കൂടുതലും കഴിക്കുന്നത്. സോ ഇന്ന് വീട്ടിൽ സൺഡേ ആയതുകൊണ്ടും അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്യാതുകൊണ്ടും പിന്നെ കുറെ പേരെ ഇരുന്ന് റീല് കൊണ്ട് ഞാൻ കുഴഞ്ഞു കഴിച്ചു. അപ്പം വിചാരിച്ചു സഹായിക്കാന്ന്. പിന്നെ എന്റെ ഇഷ്ടം പിന്നെ കണ്ടന്റ് ആണ് കഴിച്ചു. സോ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന എല്ലാം എന്റെ കണ്ടന്റുകളാണ്. സോ ആ രീതിയിലെല്ലാം ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. സോ എന്റെ ഒരു പേഴ്സണൽ ഇൻഡിവിജ്വാലിറ്റി ആണ്. പിന്നെ നിങ്ങൾ കാണുമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഇപ്പൊ പിന്നെ കുറെ പേരൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പം വലിയ സീനില്ല. തുടക്കകാലം വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം സോ കുറച്ചു പേരെങ്കിലും വീഡിയോസ് കൊള്ളാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ നല്ല എനിക്കറിയാം. പിന്നെ പുറകോട്ടില്ല ഗൈസ്, മുമ്പോട്ട് മാത്രം. ഗിവ് അപ്പ് തോറ്റു കൊടുക്കാൻ ഒരു മേഖലയിലും എനിക്ക് ആഗ്രഹമില്ല. എനിക്കറിയാവുന്ന മേഖലയിലെല്ലാം ഞാൻ ഫോക്കസ് ചെയ്യും, ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും ഡേ ബൈ ഡേ. ദാറ്റ്സ് ഏത് കാര്യമായാലും. ചാള പൊരിക്കണ്ടേ അമ്മ? അപ്പൊ മസാല കൂട്ടട്ടെ. അപ്പം ചാള പൊരിക്കാൻ വേണ്ടി നമ്മൾ മസാല കൂട്ടുന്നതാണ്. ഫസ്റ്റില് നമുക്ക് പാത്രം എടുക്കുക. അത് വളരെ എളുപ്പമാണ്. സിന്ധു സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എല്ലാവർക്കും. നോക്കി സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. നമ്മുടെ ചാനൽ പൊട്ടത്തിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ല. അങ്ങ് ഗൾഫിരിക്കുന്ന ഒറ്റവരെ കാണുന്നില്ലേ? സിന്ധുമ്മ ഓൺ. അടുക്കളയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സിന്ധുമ്മ. അങ്ങനെ ആയിരിക്കും. എത്രയോ അമ്മമാരുണ്ട് വരേണ്ടമ്മ. ഇപ്പൊ നമ്മള് മസാല കൂട്ടം റെഡിയായി. സോ എല്ലാരും ഉണ്ടാക്കുന്ന കണക്ക് തന്നെ. മസാലക്കൊന്നും പ്രത്യേകതൊന്നുമില്ല ഗൈസ്. നമ്മളെല്ലാം തട്ടിക്കൂട്ടുള്ള പരിപാടികളാണ്. ഞാൻ ഉണ്ടാകേണ്ട ഇത്ര എണ്ണയെങ്കിലും വെച്ചല്ലേ അമ്മ? നല്ല എണ്ണയില്ല. സാമ്പാർ ലോക്കൽ അല്ലേ? ആരെങ്കിലും വരും ഓണത്തിനൊക്കെ, ഉത്രാടത്തിനൊന്നും തിരുവോണത്തിനൊക്കെ ഉണ്ടാക്കുന്ന രാവിലെ ഒരു സാമ്പാറിനൊക്കെ ഒരു ടേസ്റ്റ് ചിലർക്ക് എന്ത് കിട്ടത്തില്ല. അതൊക്കെ തട്ടിക്കൂട്ടില്ല സിന്ധുമ്മേന. ഉപ്പ് നോക്കിയാ? അവസാനത്തെ സ്ട്രാറ്റജി നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കറിവേപ്പില ഇടണം. എന്തിനാണമ്മ? എന്തിനാ? എന്നാ കറിവേപ്പില അവസാനം കറിവേപ്പില. വളരെ പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കി. ഫാസ്റ്റസ്റ്റ് മീൻകറി ഓഫ് കേരള.
അതെനിക്ക് തരണം ഗൈസ്. സോയക്കേ സോയക്കേ മീൻ കറി ഞാനിട്ട പേരാണ് ഗൈസ്. ഡെലീഷ്യസ്. വേറെ സീനൊന്നുമില്ല. ഞാൻ വെച്ച മീൻകറി ആയതാണ് സീൻ ഗൈസ്. കാണിച്ചു തരാം. ഇതാണ്ട ഗൈസ് ഞാൻ വെച്ച മീൻകറി. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള മീൻകറിയാണ്. ഗൈസ് അതുപോലെ സിന്തമ്മയുടെ ചക്കയും സിന്തമ്മയും ഒരാഴ്ചത്തേക്ക് ചക്കയായിരിക്കും. അപ്പൊ ഗൈസ് മീൻ പൊരിക്കുകയാണ്. അത് നമ്മൾ ഫസ്റ്റ് എണ്ണ ഒഴിക്കുക ഗൈസ്. അപ്പൊ നമ്മുടെ മീൻകറി ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ അടുത്തത് സിന്തമ്മ ചാളകളെ പൊടിച്ച് തീർന്നില്ലേ മാ? വേണ്ട ഗൈസ്. ചാളയുടെ മസാലയൊക്കെ സെറ്റായി. ഇനി നമ്മൾ എണ്ണ ചൂടാക്കണം. കറിവേപ്പില ഇടണം അമ്മ. സോ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടണം. അതെന്തിനാണ് ഇടുന്നത്? സോ മീൻ പൊടിയാതിരിക്കാൻ വേണ്ടി നമ്മൾ കറിവേപ്പില ഇടണം. സോ തീ കുറച്ച് വെച്ചിട്ട് വേണം കറിവേപ്പില ഇടാൻ. എണ്ണ ദേഹത്ത് വീഴാതിരിക്കാൻ നമ്മൾ ഉരുക്കിടുന്നത് നല്ലതാണ്. സോ മീൻ ഇടുമ്പോഴേ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇടണം. സോ ഗുഡ് വെറുതെ ഇങ്ങനെ പരച്ച വെറുതെ കളയണ്ടല്ലോ. പാത്രം കഴുകി വെക്കുക. നമ്മൾ ഏതൊരു കാര്യം എടുത്താലും പാത്രം കഴുകി വെക്കുന്നത് മസ്റ്റാണ് ഗൈസ്. അപ്പൊ തന്നെ കഴുകി വെച്ചാൽ കഴുകാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ. മീൻ പൊരിച്ചിട്ട് തിരിച്ചിടാൻ വളരെ ടഫാണ്. കണ്ടോളൂ, നമ്മൾ വളരെ കൃത്യമായിട്ടാണ് തിരിച്ചിട്ടത്. ചെറിയൊരെണ്ണം പോയിട്ടുണ്ട്. അപ്പൊ മീൻ പൊരിച്ചത് കഴിഞ്ഞ് ഇനി കുറച്ച് മുട്ടകൾ പൊരിക്കണം. സോ ഗൈസ് മുട്ട പൊരിക്കാം. അടുത്ത പരിപാടി മുട്ട പൊരിക്കുന്നതാണ്. സോ മുട്ട ഉള്ളതൊക്കെ ആണ്. ഇപ്പൊ ഞാൻ 60 ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പം 30 തീരാറായി. ഇനി ഏകദേശം കുറച്ചുകൂടെ ഉള്ളൂ. എന്നാലും സാരമില്ല, നമുക്ക് ലോഡ് ചെയ്യാം. പ്രോട്ടീൻ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈക്വൽ പ്രോട്ടീൻ ഈക്വൽ ക്ലാസ്. മീൻ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പാണ് കഷ്ണമായിരുന്നത്. ഒരു മുളക്. പിന്നെ നമ്മൾ മുട്ട കടപ്ര അടിക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് മുട്ട പൊരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിൽ മുട്ട പൊരിക്കുക. മുട്ട ഇഷ്ടമുള്ള രീതിയിൽ പൊരിക്കാം. പേഴ്സണൽ ചോയ്സ്. സോ കുക്കിങ്ങും നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ചെയ്യാം. അതൊരു പേഴ്സണൽ ചോയ്സ് ആണ് കുക്കിങ്ങും. സോ ഇത് മറിച്ചിടുന്ന കാര്യം ഭയങ്കര ടഫായിരിക്കും. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യാൻ പോവാണ്. തിരിച്ചിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. നമ്മൾ ഒറ്റയടിക്ക് ഗ്യാസും കുറവായിരിക്കും, മുട്ടയും പെട്ടെന്ന് കിട്ടും. സോ മിഡിൽ ക്ലാസ് ടെക്നിക്. ഓക്കെ. സോ നമ്മൾ 4 കട്ട് ചെയ്തു. സോ മിഡിൽ ക്ലാസ് ടെക്നിക് ഫോർ സിംപ്ലസ്റ്റ് ഗ്യാസ് ലാഭം. സിന്ധമ്മയാണ് ഇത് പഠിപ്പിച്ചു തന്നത്. സിന്ധമ്മയ്ക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്യും. എനിക്കത്ര പറ്റുന്നില്ല. മുട്ടയല്ലേ കഴിച്ചിരി പോയാലും തിരിച്ചിട്ടാ മതി. ഓ പോയി. ഇത് അടിപൊളിയായിട്ട് കിട്ടി കഴിച്ചു. ഇത് 4 കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 എനിക്കും 1 സിന്ധുമ്മയ്ക്കുമാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത്. സോ നിങ്ങളെ വീട്ടിൽ അംഗബലം കൂടുതലാണെങ്കിൽ ആ രീതിയിലും മുട്ട കട്ട് ചെയ്യാം. വേണ്ട, കറക്റ്റായിട്ട് കിട്ടി. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ തിരിച്ചിടുക. നമ്മൾ മുട്ട പൊരിച്ചു. കൊള്ളാം കഴിച്ചത്. ഞാൻ ഉണ്ടാക്കിയതല്ല. നമ്മളെ ഫുഡ് സെറ്റ് ആയിരിക്കുന്നു. തോന്നുന്നു നല്ല കിട്ടില്ല. ചാളക്കറി, മുട്ട പൊരിച്ചത്, ചാറ്. നമ്മൾ ചാളക്കറിയിൽ നിന്ന് ചാള എടുക്കുന്നു. എന്നാ കളർ. ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എങ്ങനെയുണ്ട് ഇങ്ങനെ വേണം വെക്കാൻ കേട്ടാ. അടിപൊളി ഗൈസ്, ഞാൻ വെച്ചുകൊണ്ടുള്ള ഭയങ്കര ടേസ്റ്റ്. ഫുൾ കംപ്ലീറ്റഡ്. ഓക്കെ, ഞാൻ വെച്ച ഫുഡ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റ്. സോ ഗൈസ് ഫുഡ് കഴിച്ചു, ഇന്നത്തെ വീഡിയോ അതിന്റെ പിയറായി. അപ്പൊ ഗൈസ് പാത്രം കഴുകാണ്. സോ നമ്മൾ കഴുകുന്ന പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കുക. ബോയ്സ് ആരും അങ്ങനെ ചെയ്യാറില്ല. സോ ഇതിന്റെ ചേച്ചി പഠിപ്പിച്ചു തന്നെയാണ് ഗൈസ്. സോ ആദ്യമൊക്കെ പാടായിരുന്നു. സോ പിന്നെ ഞാൻ ആലോചിച്ചു സ്വന്തം പാത്രം കഴുകുന്ന ഒരു ടേബിൾ മാനേഴ്സ് തന്നെയാണ് ഗൈസ്. അപ്പം നമ്മൾ കഴിച്ച പാത്രമെങ്കിലും നമ്മൾ കഴുകി വെക്കുക. ഓക്കെ ഗൈസ്, അമ്മ എങ്ങനെയെങ്കിലും സഹായിക്കുക. ഒറ്റ മോനായതുകൊണ്ടായിരിക്കാം, ഞാനും അമ്മ മാത്രമേ ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോമിലെ ബ്ലോഗ് ചെയ്ത് അത്ര പരിചയമൊന്നുമില്ല ഗൈസ്. നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.